നീ അള്ളാഹുവിന് തഖ്വ ചെയ്യുക. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാന്മാർ അതിന് പല വ്യാഖ്യാനങ്ങളും നൽകിയിട്ടുണ്ട്. തഖ്വ എന്ന ആ ചെറിയ പദം വലിയ അർത്ഥത്തെ ഉൾക്കൊള്ളുന്നതാണ്. മുഴുവൻ ഗുണങ്ങളെയും ഒരുമിച്ച് കൂട്ടുന്ന ഒരു വാക്കാണ്. അള്ളാഹു വിരോധിച്ച ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം അകന്നു നിന്ന് അള്ളാഹു കൽപ്പിച്ച ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അത് മുഴുവനും പ്രാവർത്തികമാക്കുക എന്നതാണ് തഖ്വ എന്നതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത്. സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹാനവറുകളോട് തഖ്വ എന്താണെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ മഹാൻ പറഞ്ഞ മറുപടി ഹിയ അൽ ഖൗഫു മിനൽ ജലീലി വൽ അമലു ബിത്തൻസീലി വൽ ഖനാഅതു ബിൽ ഖലീലി വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ. ഇതെല്ലാം കൂടി അടങ്ങിയതാണ് തഖ്വ. അൽ ഖൗഫു മിനൽ ജലീൽ, ഏകനായ അള്ളാഹുവിൽ നിന്ന്, പരിശുദ്ധനായ അള്ളാഹുവിൽ നിന്ന്, അള്ളാഹുവിനെ തൊട്ട് ഭയപ്പെടുക. വൽ അമലു ബിത്തൻസീൽ, ഖുർആൻ അനുസരിച്ച് ജീവിക്കുക. ഖുർആൻ അനുസരിച്ച് ജീവിക്കുക. വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ, പാരത്രിക ലോകത്തിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തുക. വൽ ഖനാഅതു ബിൽ ഖലീൽ, കുറഞ്ഞതാണെങ്കിലും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. വളരെ അർത്ഥവത്തായ വാക്കാണ്. അള്ളാഹുവിനെ തൊട്ട് പേടിക്കുക, കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടുക. വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ, പരലോകത്തേക്ക് വേണ്ടി തയ്യാറെടുപ്പ് നടത്തുക. ഖുർആൻ അനുസരിച്ച് ജീവിക്കുക. മറ്റൊരു മഹാൻ പറയുന്നു, തഖ്വ എന്നാൽ അല്ലാ യറാക ഹൈസു നഹാക വലാ യഫ്ഖിദുക ഹൈസു അമറക. അള്ളാഹു വിരോധിച്ച സ്ഥലത്തൊന്നും നിന്നെ കാണരുത്, അള്ളാഹു കൽപ്പിച്ചതൊന്നും അവിടെയൊന്നും നിന്നെ കാണാതിരിക്കുകയും ചെയ്യരുത്. ഒക്കെ നേരത്തെ പറഞ്ഞ അർത്ഥത്തിലേക്ക് മടങ്ങുന്നതാണ്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അത്തഖ്വ കൻസുൻ അസീസ്, അത് വീര്യമുള്ള വിലപ്പെട്ട ഒരു നിധിയാണ്. വിലപ്പെട്ട ഒരു നിധിയാണ്. അതുകൊണ്ട് നീ വിജയിച്ചാൽ നിനക്ക് ലഭിക്കുന്ന വിലപിടിപ്പുള്ള ഏറ്റവും വലിയ രത്നമാണ്, മുത്താണ്, ഭക്ഷണമാണ്, അധികാരമാണ്. തഖ്വ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു വലിയ നിധിയായി നീ മനസ്സിലാക്കണമെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നു. തഖ്വ കൊണ്ടുള്ള ഗുണം, ഒരുപാട് ഗുണങ്ങൾ മഹാന്മാർ എണ്ണിയിട്ടുണ്ട്. അതിലൊന്നാണ് ശത്രുക്കളിൽ നിന്നുള്ള കാവൽ, സംരക്ഷണം.
ഖുർആൻ പറയുന്നുണ്ട്, വഇൻ തസ്ബിറു വതത്തഖൂ ലാ യദുർറുക്കും കൈദുഹും ശൈഅ. നീ ക്ഷമാശീലനായി തഖ്വ ഉള്ളവനായി ജീവിച്ചാൽ, നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞാൽ ലാ യദുർറുക്കും കൈദുഹും ശൈഅ, ശത്രുക്കളുടെ ഒരു ഉപദ്രവവും ചതിയും വഞ്ചനയും ഒന്നും നിങ്ങളെ പ്രയാസപ്പെടുത്തുകയില്ല. അപ്പൊ ഒന്നാമത്തെ തഖ്വ കൊണ്ടുള്ള ഒന്നാമത്തെ ഗുണം ശത്രുവിൽ നിന്നുള്ള സംരക്ഷണം. രണ്ടാമത്തെ ഗുണം ഇസ്ലാഹുൽ അമൽ വ ഗുഫ്റാനു ദുനൂബ്. കർമ്മങ്ങൾ നന്നാക്കാൻ കഴിയും, ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരുകയും ചെയ്യും. തഖ്വ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തെങ്കിലും അവിചാരിതമായ വല്ല തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ പുറത്തു തരാനും അതുപോലെ നമ്മുടെ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കാനും അതൊരു കാരണമായി തീരും. ഇത്തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദൻ യുസ്ലിഹ് ലക്കും അഅ്മാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. നിങ്ങൾ സത്യം പറയുക, തഖ്വയുള്ളവരാവുക, എങ്കിൽ നിങ്ങളുടെ കർമ്മങ്ങളെ അല്ലാഹു തആല സ്വീകരിക്കും, നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരുകയും ചെയ്യും. ഖുർആൻ പറഞ്ഞതാണ്. മറ്റൊന്ന് അല്ലാഹുവിന്റെ മഹബ്ബത്ത് ഉണ്ടായിത്തീരും. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ. അല്ലാഹു തഖ്വയുള്ളവരെ ഇഷ്ടപ്പെടുന്നു, മഹബ്ബത്ത് വെക്കുന്നു. മറ്റൊന്ന് അല്ലാഹു ബഹുമാനിച്ചവരുടെ കൂട്ടത്തിൽ ഇവനും ഉൾപ്പെടും. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങളിൽ ഏറ്റവും ആദരിക്കപ്പെടേണ്ടവൻ, ബഹുമാനം കൽപ്പിക്കപ്പെടുന്നവൻ അള്ളാഹുവിന്റെ അരികിൽ തഖ്വയുള്ളവനാണ്. അപ്പൊ അള്ളാഹുവിന്റെ ബഹുമാനം ലഭിക്കും. മറ്റൊരു ഗുണം അൽ ബിഷാറത്തു ഇൻദൽ മൗത്ത്. മരണസമയത്ത് പ്രത്യേകമായൊരു ബിഷാറത്ത്, സന്തോഷ വാർത്ത. ഖുർആൻ പറയുന്നുണ്ട്, അല്ലദീന ആമനു വകാനൂ യത്തഖൂൻ ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ. വിശ്വസിച്ച് തഖ്വയുള്ളവരായി ജീവിച്ചു കഴിഞ്ഞാൽ ഇഹലോകത്തും പരലോകത്തും അവന് സന്തോഷം അറിയിക്കാൻ മലക്കുകളുടെ സാന്നിധ്യമൊക്കെ ഉണ്ടാകും. അൽ ബിഷാറത്തു ഇൻദൽ മൗത്ത്, മരണസമയത്തുള്ള സന്തോഷം. മറ്റൊരു ഗുണം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക. സുമ്മ നുനജ്ജില്ലദീന തഖൗ. തഖ്വയുള്ളവരെ നാം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞു. സ്വർഗത്തിലുള്ള ശാശ്വത ജീവിതം. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർള് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്ക്, തഖ്വയുള്ളവർക്ക് ഒരുക്കപ്പെട്ടതാണ് സ്വർഗം. അതുപോലെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക, ഹലാലായ റിസ്ക് ലഭിക്കുക, അതിനും തഖ്വ കാരണമായി തീരും. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. അല്ലാഹുവിനെ തഖ്വ ചെയ്തു കഴിഞ്ഞാൽ അവന് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മോചനം ലഭിക്കും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അവൻ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അല്ലാഹു തആല അവന് റിസ്ക് നൽകും. ഈ ആയത്ത് ഇറങ്ങാൻ തന്നെ കാരണം അതാണ്. ഔഫ് ഇബ്നു മാലിക് അൽ അശ്ജഈ റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ കാര്യത്തിലാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. മഹാനവറുകളുടെ മകന്റെ പേര് സാലിം. സാലിം എന്ന മകനെ മുശ്രിക്കുകൾ തടവുകാരായി പിടിച്ചിട്ടു. വിട്ടയക്കുന്നില്ല. ഔഫ് ഇബ്നു മാലിക് തങ്ങൾക്ക് വല്ലാത്ത വിഷമം. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
തങ്ങളുടെ മുമ്പിൽ വന്ന് വിഷമം പറഞ്ഞു, ദാരിദ്ര്യം പറഞ്ഞു. ഒന്ന്, മകനെ തടവുകാരനായി പിടിച്ചു. ആ മകന്റെ ആശ്രയത്തിലാണ് നമ്മളൊക്കെ കഴിയുന്നത്. മകനെ പിടിച്ചു വെച്ചാൽ ഞങ്ങൾ ദാരിദ്ര്യം കൊണ്ട് വിഷമിക്കും. റസൂലുള്ളാഹി തങ്ങളോട് വിഷമം പറഞ്ഞപ്പോ മാത്രവുമല്ല, സാലിമിന്റെ ഉമ്മ വല്ലാത്ത പൊറുതിയോട് കാണിക്കുന്നുണ്ട്, പ്രയാസം കാണിക്കുന്നുണ്ട്. എന്ത് ചെയ്യും നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത്തഖില്ലാഹ വസ്ബിർ, ഇത്തഖില്ലാഹ വസ്ബിർ. അള്ളാഹുവിന് തഖ്വ ചെയ്യുക, ക്ഷമിക്കുക. വആമുറുക വഇയ്യാഹ അൻ തസ്തക്സിറ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. റസൂലുള്ളാഹി തങ്ങൾ ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോടും തന്റെ ഭാര്യയോടും ചൊല്ലാൻ വേണ്ടി പറയുകയാണ്, നിങ്ങൾ ധാരാളമായി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം അത് വർദ്ധിപ്പിക്കുക. തഖ്വ ചെയ്യുക, ക്ഷമിക്കുക. ധാരാളമായി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം വർദ്ധിപ്പിക്കുക. അദ്ദേഹം വീട്ടിൽ പോയി തന്റെ ഭാര്യയോട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോടും നിന്നോടുമായി ചൊല്ലാൻ ഒരു ദിക്ർ കൽപ്പിച്ചിട്ടുണ്ട്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഭാര്യ പറഞ്ഞു, നിഅമ മാ അമറനാ ബിഹി. റസൂലുള്ളാഹി തങ്ങൾ കൽപ്പിച്ച ആ ദിക്ർ വളരെ മഹത്വമുള്ള ദിക്ർ എന്ന് ഭാര്യ സന്തോഷപൂർവം അത് ഏറ്റെടുത്ത് ചൊല്ലാൻ തുടങ്ങി. രണ്ടുപേരും ചൊല്ലാൻ തുടങ്ങി. കുറെ ചൊല്ലി ചൊല്ലി രാത്രി വൈകുന്നതുവരെ കുറെ വൈകിയും ചൊല്ലിക്കൊണ്ടേയിരുന്നു. പെട്ടെന്നതാ അവരുടെ വീടിന്റെ വാതില് വന്ന് ആരോ മുട്ടുന്നു. തുറന്നു നോക്കുമ്പോൾ ശത്രുക്കൾ തടവുകാരനായി പിടിച്ച സാലിമാണ്, എന്റെ മകനാണ്. അവർക്ക് വല്ലാത്ത അത്ഭുതം. മകനോട് ചോദിച്ചു, എന്ത് സംഭവിച്ചു മകനെ? മകൻ പറഞ്ഞു, ഉമ്മ, രാത്രി കുറെ വൈകിയപ്പോൾ ശത്രുക്കൾ അവർ അശ്രദ്ധരായി. എന്റെ കാര്യത്തിൽ ആരും ശ്രദ്ധിക്കുന്നില്ല. അവർ എന്നെ ബന്ധനസ്ഥരാക്കപ്പെട്ടിരുന്നു. പക്ഷേ ഞാൻ അതെല്ലാം കെട്ടഴിച്ചപ്പോ അതിന് കെട്ടഴിയുകയും ശത്രുക്കളുടെ ഒരു കൂട്ടം ആടിൻപറ്റങ്ങൾ, ആ ആടിൻപറ്റങ്ങളെ ഞാൻ തൊളിച്ചു വരികയും ചെയ്തു. മലക്കുകളുടെ ചിറകിലാണ് ഞാൻ ഇവിടെ എത്തിയത്. അഭൗതികമായ ഏതോ മാർഗത്തിലൂടെ ഞാൻ ഈ ആടിൻപറ്റത്തെയും തൊളിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നു. ആട് എത്രയുണ്ട്? ഹദീസിൽ ഉദ്ധരിക്കുന്നുണ്ട്, 4000 ആടുകൾ ഉണ്ടായി. ഈ സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ധരിപ്പിച്ചപ്പോഴാണ് വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങുന്നത്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ. അല്ലാഹുവിനെ തഖ്വ ചെയ്തു കഴിഞ്ഞാൽ ഏത് പ്രയാസങ്ങളിൽ നിന്നും കരകയറാനുള്ള മോചന മാർഗം അല്ലാഹു അവന് സൃഷ്ടിച്ചു കൊടുക്കുന്നതാണ്. തഖ്വ പ്രയാസങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാൻ അത് പര്യാപ്തമാണ്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഈ ദിക്ർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം.
മാനസികമായ പ്രയാസം വരുമ്പോൾ ചൊല്ലാൻ പറ്റിയ ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. ധാരാളമായി വർദ്ധിപ്പിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് തുടർന്ന് പഠിപ്പിക്കുകയാണ്, വഅത്ബിഇ സയ്യിഅത അൽ ഹസനത ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത. നീ പോകുന്ന സ്ഥലത്തൊക്കെ, നീ എവിടെ ഏത് കാലത്തായിരുന്നാലും അള്ളാഹുവിന് തഖ്വ ചെയ്യുക. വഅത്ബിഇ സയ്യിഅത അൽ ഹസനത, തിന്മയുടെ പിറകെ നന്മ നീ ചെയ്യുക. എങ്കിൽ തംഹുഹ, ആ നന്മ തിന്മയെ മായ്ച്ചു കളയും. തിന്മ ചെയ്യാനുള്ള അനുമതിയല്ല ഇത്. ദുർബല നിമിഷങ്ങളിൽ പൈശാചികമായ പ്രവണതയുടെ ഫലമായി എന്തെങ്കിലും തിന്മ ഒരു മനുഷ്യനിൽ നിന്ന് സംഭവിച്ചു പോയാൽ, മനുഷ്യരാണല്ലോ, എങ്കിൽ അതിന്റെ ഉടനെ നീ നന്മയും ചെയ്യുക. എങ്കിൽ ആ നന്മ കാരണം തിന്മയുടെ ശിക്ഷ കുറയാനും തിന്മ മാഞ്ഞു പോവാനും അത് കാരണമാകും. അത് കാരണം ശിക്ഷിക്കപ്പെടുകയില്ല. ഏടിൽ എഴുതിയാലും ശരി, ആ തിന്മ ഏടിൽ എഴുതപ്പെട്ടാലും ശരി, ശിക്ഷിക്കപ്പെടുകയില്ല എന്നാണ്. ഈ തിന്മയെക്കുറിച്ച് മഹാന്മാർ വിശദീകരിക്കുന്നത്, ഒരു മനുഷ്യൻ ഒരു തിന്മ എഴുതി കഴിഞ്ഞാൽ, തിന്മ ചെയ്തു കഴിഞ്ഞാൽ, മലക്കുഷിമാൽ, അവന്റെ ഇടതുഭാഗത്തുള്ള മലക്ക് അത് എഴുതാൻ ഉദ്ദേശിക്കുമ്പോൾ ഇടതുഭാഗത്തുള്ള മലക്കിന്റെ അമീർ വലതുഭാഗത്തുള്ള മലക്കാണ്. അമീർ പറയുന്നത് പോലെയാണ് ചെയ്യുക. ഇടതുവശത്തുള്ള മലക്ക് വലത്തെ മലക്കിനോട് ചോദിക്കുകയാണ്, ഞാനത് എഴുതട്ടെ. അപ്പോൾ മലക്കുൽ യമീൻ വലതുഭാഗത്തുള്ള മലക്ക് പറയും, ഇസ്ബിർ, ക്ഷമിക്ക്, ലഅല്ലഹു യസ്തഗ്ഫിറു ഔ യതൂബു, ഒരു പക്ഷേ ആ മനുഷ്യൻ പൊറുക്കലിനെ തേടിയേക്കാം, അല്ലെങ്കിൽ തൗബ ചെയ്തേക്കാം. എഴുതിയാൽ അത് എഴുതിയല്ലോ, അതുകൊണ്ട് എഴുതാൻ വരട്ടെ. അങ്ങനെ കുറെ സമയം വെയിറ്റ് ചെയ്യുകയാണ്. 2-3 പ്രാവശ്യം അനുമതി ചോദിച്ചതിന്റെ ശേഷം, ഏകദേശം ഒരു 6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഈ തിന്മ അവിടെ രേഖപ്പെടുത്തുന്നത്. ഇടതുവശത്തുള്ള മലക്ക് ആ തിന്മ എഴുതുന്നത് 6 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ്. ആ സമയങ്ങളിൽ അവൻ തൗബ ചെയ്തു കഴിഞ്ഞാൽ സ്വാഹിബുൽ യമീൻ ഹസനത്തൻ, വലത് ഭാഗത്തുള്ള മലക്ക് അതൊരു നന്മയായി രേഖപ്പെടുത്തും. ഇവൻ ചെയ്ത തൗബ അതൊരു പുണ്യകർമ്മമാണ്. അവനൊരു ഇസ്തിഗ്ഫാർ ചെയ്താൽ അതൊരു നല്ല കാര്യമാണ്. അതൊരു ഹസനത്തായി അവിടെ രേഖപ്പെടുത്തും. ഇത്രയും സമയം അവൻ തൗബ ചെയ്തില്ലേ എങ്കിൽ ഇടതുഭാഗത്തുള്ള മലക്കിനോട് പറയും, ഉക്തുബ് അറാഹനല്ലാഹു മിൻഹു, എഴുതിക്കോ, അല്ലാഹു തആല അവനെ തൊട്ട് നമ്മളെ റാഹത്തിലാക്കി തരട്ടെ എന്ന് ഇടതുഭാഗത്തുള്ള മലക്ക് പറയുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഈ ഹദീസ് ഇബ്നു ജരീർ ത്വിബരി അവിടുത്തെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നുണ്ട്. തിന്മ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പിറകെ ഒരു നന്മ ഉടനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഒരു നന്മ ചെയ്യാന്ന് പറഞ്ഞാൽ ഇസ്തിഗ്ഫാർ, തൗബ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അതൊക്കെ ആ നന്മയുടെ ഗണത്തിൽപ്പെടും. പക്ഷേ ചെയ്യുന്നത് ആത്മാർത്ഥമായിരിക്കണം എന്ന് മാത്രം. ഇന്നൽ ഹസനാത്ത് യുദ്ഹിബ്ന സയ്യിആത്ത്, നന്മകൾ തിന്മകളെ പോക്കിക്കളയും.
നല്ല കർമ്മങ്ങൾ ചെയ്താൽ, ചീത്ത കർമ്മങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് നിർവീര്യമാകാൻ അത് കാരണമാകുമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. മദീനയിൽ ഒരു കാരക്ക കച്ചവടക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് നബ്ഹാൻ. മദീനയിൽ ഒരു ചെറിയ കടയിലാണ് അദ്ദേഹം തന്റെ കാരക്കയ്ക്ക് വേണ്ടി കച്ചവടം നടത്താൻ വേണ്ടി അദ്ദേഹം താമസിച്ചിരുന്നത്. ആയിടക്കാണ് ഒരു സ്ത്രീ, ഇംറഅത്തുൻ അജ്നബിയത്തുൻ ഹസന, സൗന്ദര്യമുള്ള ഏതൊരു അന്യ സ്ത്രീ അദ്ദേഹത്തിൽ നിന്ന് കാരക്ക വാങ്ങാൻ വേണ്ടി വന്നു. സ്ത്രീയുടെ സൗന്ദര്യം കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞു, ഇന്ന ദാഖിലൽ ഹാനൂത്തി മാ ഹുവ ഖൈറും മിൻഹ. ദാ ഇവിടെ ഈ കാണുന്ന കാരക്കയേക്കാൾ ഏറ്റവും നല്ല കാരക്ക നമ്മുടെ കടയുടെ ഉൾവശത്തുണ്ട്. ആ സ്ത്രീ നിഷ്കളങ്ക മനസ്സോടുകൂടെ കടയുടെ ഉള്ളിലേക്ക് ചെന്നപ്പോ കടക്കാരനായി ഇദ്ദേഹം ആ സ്ത്രീയെ ചുംബിച്ചു, ആലിംഗനം ചെയ്തു. പക്ഷെ ലൈംഗികമായി ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല. ആ പൈശാചികമായ ആ ദുർബല നിമിഷത്തിൽ അദ്ദേഹം ചെയ്തു പോയതാണ്. പക്ഷെ ചെയ്തതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഖേദം. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് വന്നു. നബി തങ്ങളുടെ മുമ്പിൽ മനസ്സ് തുറന്നു പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്നി അസബ്തു ഹദ്ദൻ. തിരുദൂതരെ, ഇസ്ലാമിക ശിക്ഷക്ക് കാരണമായ ഒരു മഹാ തെറ്റ് ഞാൻ ചെയ്തു പോയി നബിയെ. ആ ശിക്ഷ തങ്ങൾ എന്നിൽ നടപ്പിലാക്കണം നബിയെ. റസൂലുള്ളാഹി തങ്ങൾ ആ ഭാഗമേ ശ്രദ്ധിച്ചില്ല. ഇങ്ങനെ ഒരാൾ ഉറക്കെ തിന്മ വിളിച്ചു പറയുകയാണെങ്കിൽ പെട്ടെന്ന് അതിന് ആക്ഷൻ എടുക്കുന്നത് ഉചിതമല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തോട് പറഞ്ഞു നോക്കി, നബ്ഹാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു നോക്കി, ലഖദ് സതറക്കല്ലാഹ് ലൗ സതർത നഫ്സക. ഓ മനുഷ്യ, അല്ലാഹു തആല നിങ്ങളെ തൊട്ടത് മറച്ചു വെച്ച കാര്യല്ലേ. നിങ്ങളും ആ സ്ത്രീയും മാത്രമേ അറിയുന്നുള്ളൂ, പിന്നെ അള്ളാഹുവും. അള്ളാഹു ഇതൊരാളുടെ മുമ്പിലും പരസ്യപ്പെടുത്തിയിട്ടില്ല. എന്നിരിക്കെ നിങ്ങൾ എന്തിനിത് പരസ്യപ്പെടുത്തണം? ലൗ സതർത നഫ്സക, നിങ്ങൾക്കത് മറച്ചു വെച്ചുകൂടായിരുന്നു. പക്ഷേ നബ്ഹാൻ എന്നവർക്ക് സമാധാനം വരുന്നില്ല. അദ്ദേഹം പല പ്രാവശ്യവും ഇത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു, നബിയെ ഇന്നി അസബ്തു ഹദ്ദൻ ഫാഖിംഹു അലയ്യ. എന്താ കാര്യം? അവസാനം റസൂലുള്ളാഹിന്റെ മുമ്പിൽ കാര്യം തുറന്നു പറഞ്ഞു, ഞാൻ മദീനയിൽ കാരക്ക കച്ചവടം ചെയ്യുന്ന ആളാണ്. ഒരു പെണ്ണ് എന്റെ അടുക്കൽ കാരക്കൊക്കെ വന്ന് ചോദിച്ചപ്പോ ഞാൻ അവളെ കടയുടെ ഉള്ളിലേക്ക് യുക്തിപൂർവം തന്ത്രപൂർവം വരുത്തുകയും അവളെ ഞാൻ ആലിംഗനം ചെയ്ത് ചുംബനം നടത്തുകയും ചെയ്തു നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, തവല്ലഅ് വുളൂഅൻ ഹസനൻ, നല്ലൊരു ഒളു എടുക്കി. ഏത് വുളു നല്ലത് തന്നെയല്ലേ, പക്ഷെ വുളൂഅൻ ഹസനൻ എന്ന് പറഞ്ഞാൽ വെറും ഫർള് മാത്രം എടുത്തിട്ടുണ്ടല്ലേ നമ്മള് നേരല്ലാത്ത മാതിരി ചെയ്യുന്നു. അങ്ങനല്ല, എല്ലാ സുന്നത്തുകളും എടുത്ത് പരിപൂർണമായ ഭക്തിയോടുകൂടെ എല്ലാം 3 പ്രാവശ്യം ചെയ്ത് ദിക്റുകളൊന്നും ഒഴിവാക്കാതെ പൂർണമായൊരു ഒളു എടുക്കുക. അദ്ദേഹം ഒളു എടുത്തു വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അദ്ദേഹം നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോഴാണ് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നത്. വഅഖിമിസ് സ്വലാത ത്വർഫൈ നഹാരി വസുലഫം മിനൽ ലൈൽ ഇന്നൽ ഹസനാതി യുദ്ഹിബ്നസ് സയ്യിആത്ത്. നിസ്കാരം നിലനിർത്തുക,
പകലിന്റെ സമയങ്ങളിലും, അതായത് രാവിലെയും വൈകുന്നേരവും, യാനി അസ്സുബ്ഹ വൽളുഹ്റ വൽ അസ്ർ, 3 വഖത്താണ് തൊർഫൈൻ നഹാർ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. സുബ്ഹി, ളുഹർ, അസ്ർ. വസുലഫം മിനൽ ലൈൽ, രാത്രിയിലുള്ള സമയങ്ങളിലും, അൽ മഗ്രിബ് വൽ ഇശാ, ഈ 5 വഖത്ത് നിസ്കാരം നിങ്ങൾ നിലനിർത്തുക. ഇന്നൽ ഹസനാത്ത്, ഈ 5 വഖത്ത് നിസ്കാരങ്ങളെ പോലെയുള്ള മറ്റ് സൽക്കർമ്മങ്ങളെല്ലാം യുദ്ഹിബ്ന സയ്യിആത്ത്, ചെറുദോഷങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ, തിന്മകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അവകളെ ഇല്ലായ്മ ചെയ്യുന്നതാണ്. ഇദ്ദേഹത്തിൽ നിന്ന് ആലിംഗനം, ചുംബനം പോലെയുള്ള ദോഷങ്ങളാണ് വന്നത്. അത് പോവാൻ ഇതുപോലെയുള്ള സൽക്കർമ്മങ്ങളും നിസ്കാരങ്ങളും കാരണമാകുമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിൽ നിന്നുള്ള വഹ്യുമായി വന്നപ്പോ ഇദ്ദേഹം ചോദിച്ചു റസൂലുള്ളാഹി തങ്ങളോട്, അലി ഹാദ, ഇത് നബിയെ എനിക്കുള്ളതാണോ, എനിക്ക് മാത്രമുള്ളതാണോ? അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലി ജമീഇ ഉമ്മത്തി, നിങ്ങൾക്ക് മാത്രമുള്ളതല്ല, എന്റെ മുഴുവൻ ഉമ്മത്തിനും ഇത് ബാധകമാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇമാം മുസ്ലിം ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. തിന്മകൾ ചെയ്തു പോയാൽ തന്നെ ഇത് ചെയ്യാനുള്ള അനുമതിയായി മനസ്സിലാക്കരുത്. ഓ, എനിക്ക് കുറെ നിസ്കരിച്ചാൽ മതിയല്ലോ, ഓതോടുത്ത് നിസ്കരിച്ചാൽ മതിയല്ലോ. അത് ദോഷങ്ങളെ നെവർമെന്റ് ആക്കലാണ്. അങ്ങനെ നെവർമെന്റ് ആക്കി കഴിഞ്ഞാൽ അത് കുഫ്രിയത്തിലേക്ക് വരെ എത്തും. കുറെ തിന്മ ചെയ്യാലോ, എന്നിട്ട് പിന്നെ പൊറുക്കലിനെ തേടിയാ പോരെ എന്നുള്ള ചിന്ത ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഒരു മനുഷ്യന്റെ മനസ്സിൽ അത് വരാൻ പാടില്ല. ആ രൂപത്തിൽ തിന്മ ചെയ്യാനും പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സഹാബികളുടെ മുമ്പിൽ വുദു എടുത്ത് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മൻ തവല്ലഅ വുദൂഇ ഹാദാ സുമ്മ സ്വല്ലൽ ളുഹ്റ ഗുഫിറ ലഹു മാ തഖദ്ദമ ബൈനഹാ വബൈന സ്വലാത്തി സുബ്ഹി. പൂർണ്ണമായ വുദു എടുത്തതിന് ശേഷമാണ് പറയുന്നത്. ഞാൻ എടുത്തതുപോലെയുള്ള വുദു ഒരാൾ എടുത്ത് എന്നിട്ട് ളുഹ്ർ നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ ളുഹ്ർ നിസ്കാരത്തിന്റെയും സുബ്ഹി നിസ്കാരത്തിന്റെയും ഇടയിലുള്ള ദോഷങ്ങളൊക്കെ, കഴിഞ്ഞു പോയ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടുന്നതാണ്. സുമ്മ സ്വല്ലൽ അസ്റ, അസ്ർ നിസ്കരിച്ചാലോ അസ്റിന്റെയും ളുഹ്റിന്റെയും ഇടക്ക് ചെയ്ത ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. സുമ്മ സ്വല്ലൽ മഗ്രിബ, മഗ്രിബ് നിസ്കരിച്ചാൽ മഗ്രിബിന്റെയും അസ്റിന്റെയും ഇടയിലുള്ള ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. ഇശാ നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ ഇശാന്റെയും മഗ്രിബിന്റെയും ഇടക്ക് ചെയ്ത ദോഷങ്ങളൊക്കെ പൊറുക്കുന്നതാണ്. റസൂലുള്ളാഹി ഇത്രയും പറഞ്ഞതിന് ശേഷം സുമ്മ ലഅല്ലഹു അൻ യബീത ലൈലതഹു യതമറഗു, ഒരുപക്ഷെ അവന്റെ രാത്രിയും തിന്മയിലായി മുഴുകുകയാണെങ്കിൽ സുമ്മ ഇൻ ഖാമ ഫതവല്ലഅ വസല്ല സുബ്ഹ, ഇശാ നിസ്കരിച്ച ഉടനെ ഒരാൾ ഉറങ്ങലാണ് സാധാരണ പതിവ്. ഇനി അപ്പോഴും ഒരു ആൾ തിന്മ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവൻ എഴുന്നേറ്റ ശേഷം വുദു എടുത്ത് സുബ്ഹി നിസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ ബൈനഹാ വബൈന സ്വലാത്തിൽ ഇശാ, ആ സുബ്ഹിയുടെയും ഇശാന്റെയും ഇടയ്ക്ക് ചെയ്തു പോയ തിന്മകളൊക്കെ പൊറുക്കപ്പെടുന്നതാണ്. വുദു നിസ്കാരമൊക്കെ ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാണ്. നന്മകളുടെ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ്. മറ്റൊരിക്കൽ ഒരു സഹാബി വന്ന് റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്നി അൽമംതു ബിദംബിൻ അളീം, ഒരു വലിയ തെറ്റുമായിട്ടാണ് ഞാൻ വന്നത്. അത് പൊറുപ്പിക്കാൻ വല്ല മാർഗവുമുണ്ടോ?
അദ്ദേഹം മനസ്സ് പൊട്ടിക്കൊണ്ടാണ് തിരുനബിയുടെ മുമ്പിൽ വന്നത്. ഞാൻ ചെയ്തു പോയ ആ വലിയ തെറ്റ്, അതിൽ പശ്ചാത്തപിക്കുകയാണ് അദ്ദേഹം. അത് പുറത്തു തരാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, ദംബുക അഅ്ലമു അമിസ് സമാവാത്, ദോഷം, നിങ്ങൾ ചെയ്ത തിന്മയാണോ ദോഷമാണോ വലുത്, അതല്ല ആകാശങ്ങളാണോ? അദ്ദേഹം പറഞ്ഞു, ദംബി അഅ്ലമു, എന്റെ ദോഷം തന്നെയാണ് വലുത്. റസൂലുള്ളാഹി തങ്ങൾ പിന്നീട് ചോദിക്കുന്നു, ദംബുക അഅ്ലമു അമിൽ കുർസിയു, നിങ്ങൾ ചെയ്ത ദോഷമാണോ വലുത്, അതല്ല അള്ളാഹുവിന്റെ കുർസി എന്ന ആ സൃഷ്ടിയാണോ വലുത്? അപ്പോഴും അദ്ദേഹം പറഞ്ഞു, ദംബി അഅ്ലമു, എന്റെ ദോഷമാണ് വലുത്. റസൂലുള്ളാഹി വീണ്ടും ചോദിക്കുന്നു, ദംബുക അഅ്ലമു അമിൽ അർശു, നിങ്ങളുടെ ദോഷമാണോ അതോ അർശ് ആണോ വലുത്? അപ്പോഴും അദ്ദേഹം ആദ്യത്തെ അതേ മറുപടി, ദംബി അഅ്ലമു. ദംബുക അഅ്ലമു അമില്ലാഹ്, റസൂലുള്ളാഹി ചോദിക്കുന്നു, നിങ്ങളുടെ ദോഷമാണോ വലുത്, അതല്ല അള്ളാഹുവിന്റെ അഫ്വ്, അള്ളാഹുവിന്റെ മാപ്പ്, പാപമോചനം, അതാണ് വലുത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബൽ അഫ്വുല്ലാഹി അഅ്ലം, അള്ളാഹു മാപ്പ് ചെയ്തു തരുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലുത്. തുടർന്ന് ആ സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലൈക ബിൽ ജിഹാദി ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം, അധർമ്മത്തിനെതിരെ, കുഫറിനെതിരെ, തിന്മകൾക്കെതിരെ നിങ്ങൾ സമരം നടത്തുക, ജിഹാദ് ചെയ്യുക. ഫഖാൽ, അപ്പോൾ ആ സഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്നി ലമിൻ അജ്ബനിന്നാസ്, ഞാൻ വലിയ പേടിയുള്ള ആളാണ്, ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും പേടിയുള്ള ആളാണ് ഞാൻ ശത്രുക്കളുടെ മുമ്പിൽ പോയിട്ട് നിൽക്കാൻ പോലും, വിചാരിക്കാൻ പോലും പറ്റുന്നില്ല. എന്താ പത് കഥ? അദ്ദേഹം തുടർന്ന് പറയുകയാണ്, വലൗല അന്ന അഹ്ലി തുഅ്നിസുനി ഇദാ ഖറജ്തു ലൈലൻ മാ കുന്തു അഫ്അലുഹു ഖത്തു, ഞാൻ രാത്രി പുറത്തിറങ്ങി നടക്കുമ്പോൾ എന്റെ ഭാര്യ കൂടി എന്റെ കൂടെ വരാറുണ്ട്. എന്റെ ഭാര്യ എന്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അതുപോലും ചെയ്യുമായിരുന്നു. എനിക്ക് രാത്രി തന്നെ ഇരുട്ടായാൽ പുറത്തിറങ്ങാൻ തന്നെ പേടിയാണ്. അങ്ങനെയുള്ള ഞാൻ എങ്ങനെ ജിഹാദ് ചെയ്യാം എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ പൊരുൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, അലൈക ബിസ്ഫിയാം, നിങ്ങൾ നോമ്പെടുത്തോളൂ, നോമ്പെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ദോഷം പൊറുക്കാൻ കാരണമാകും. അപ്പോ ആ സഹാബി പറയുന്നു, വല്ലാഹി യാ റസൂലല്ലാഹ്, എന്റെ കഥ അറിയോ? മാ അഷ്ബൗ മിൻ ഖുബ്സിൻ ഖത്തു, പടച്ചവനാണ് സത്യം. മാ അഷ്ബൗ മിൻ ഖുബ്സിൻ ഖത്തു, ഒരു ഖുബ്സ് പോലും എന്റെ വയറ് നിറക്കൂല. ഒരു ഖുബ്സൊക്കെ കഴിച്ചാൽ അത് എവിടുക്കാ പോയത് എന്നുള്ളൊരു വിവരമില്ല. അത്രമാത്രം എനിക്ക് ആഹാരം കഴിക്കാൻ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം. അങ്ങനെയുള്ള ഞാനെങ്ങനെ നോമ്പെടുക്കുക? നോമ്പെടുക്കുന്ന ആളാണെങ്കിൽ ഈ വിശപ്പ് സഹിക്കാൻ തയ്യാറാവണ്ടേ? എനിക്കത് കഴിയൂല നബി. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു, അടുത്ത ചോദ്യം, അലൈക ബിസ്വലാത്തി ഫി ജൗഫിൽ ലൈൽ, എല്ലാവരും ഉറങ്ങുന്ന അർദ്ധരാത്രി, നിശബ്ദ രാത്രി, ആ സമയത്ത് നിങ്ങൾ നന്നായി നിസ്കരിച്ചോളൂ, നിങ്ങൾ ദോഷങ്ങൾ പുറത്തു തരും. അപ്പോഴും അദ്ദേഹം പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ കഥ അറിയോ? ലൗല അന്ന അഹ്ലി യൂഖിളുനി ലിസ്വലാത്തി സുബ്ഹി മാ ഖുംതു ലഹാ,
എന്റെ വീട്ടുകാരി സുബഹി നിസ്കരിക്കാൻ എന്നെ ഉണർത്തിയില്ലായിരുന്നുവെങ്കിൽ, എന്നും വിളിച്ചുണർത്തണം എന്നെ, സുബഹി നിസ്കരിക്കാൻ തന്നെ എന്നെ ഉണർത്തിയിട്ടില്ലെങ്കിൽ മാ കുംതു ലഹ, ഞാൻ അതിനു പോലും എഴുന്നേൽക്കുമായിരുന്നില്ല. കുടിക്കാരത്തിന്റെ ഒരു കനിവ് കൊണ്ടാണ്, വീട്ടുകാരിയുടെ ഉണർത്തൽ കൊണ്ടാണ് ഞാൻ ഫർളായ സുബഹി വരെ നിസ്കരിക്കുന്നത്. എന്നിട്ടല്ലേ ഞാൻ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് അർദ്ധരാത്രി സുന്നത്ത് നിസ്കരിക്കല്. എന്റെ കഥ അറിഞ്ഞാൽ നിസ്കരിക്കാനും പറയില്ല. ഇതൊക്കെ കേട്ടപ്പോ അള്ളാഹുവിന്റെ ഹബീബ് ദേഷ്യം പിടിച്ചില്ല. കാരണം ഇദ്ദേഹത്തിന് പറ്റിയ ഓരോരോ പരിഹാരങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത് ദോഷം പൊറുക്കാൻ. ദോഷം വലിയ ദോഷാണെന്ന് അദ്ദേഹം തന്നെ അംഗീകരിച്ചും ചെയ്തു. പിന്നെ ആ പരിഹാരം അംഗീകരിക്കാൻ, പക്ഷേ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഞാനത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കണ്ടേ, അതുകൊണ്ട് കഴിയുന്നത് സമ്മതിച്ചാൽ മതിയല്ലോ. എന്ന് പറഞ്ഞ് ഇവിടുന്ന് തലയാട്ടി പോയിട്ട് പിന്നെ അതും ചെയ്തില്ലെങ്കിൽ അതും ഒരു ദോഷാവില്ല. അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം നേരിട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാനത് അനുസരിക്കാതെ പോകാറുണ്ട്, ആ തെറ്റ് അതും അതിനേക്കാളും ഗുരുതരമാണ്. ഇതെല്ലാം കേട്ടിട്ടും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദേഷ്യം പിടിച്ചില്ല. അവിടുന്ന് പുഞ്ചിരിക്കുകയാണ്. ഹദീസിൽ കാണാം, ഹത്താ ബദത്ത് നവാജിദുഹു, ആ പ്രസന്നമായ വദനം പുഞ്ചിരി കൊണ്ട് അവിടുത്തെ മുൻപല്ലുകൾ പോലും കൊണ്ട് പുറത്തേക്ക് വെളിവായി. ആ സഹാബിയോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങളോട് ഇനി പറയാനുള്ളത് ഒരേ ഒരു മാർഗം, അലൈക ബികലിമത്തൈനി ഖഫീഫത്തൈനി അലൽ ലിസാനി സഖീലത്തൈനി ഫിൽ മീസാനി ഹബീബത്തൈനി ഇലർ റഹ്മാൻ. നാവിന്മേൽ വളരെ ലഘുവായത്, പറയാൻ ഉച്ചരിക്കാൻ ഒരു പ്രയാസവുമില്ലാത്ത, മീസാനിൽ ഭാരം ഉണ്ടാക്കുന്ന, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് വാക്കുകളുണ്ട്. ആ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ മുറുകെ പിടിച്ചോളൂ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. ഇതിനു ശേഷം ആ സഹാബി അപ്രകാരം തന്റെ ജീവിതത്തിൽ ഈ ദിക്ർ പതിവാക്കിക്കൊണ്ടേയിരുന്നു. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവകളെ അല്ലാഹു തആല നമ്മിൽ നിന്ന് പുറത്തു തരാനുള്ള മാർഗങ്ങൾ പലതുണ്ട്. അൽ ജിഹാദു ഫീ സബീലില്ലാ, അള്ളാഹിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുക, അസ്വിയാം നോമ്പനുഷ്ഠിക്കുക, അസ്വലാത്തു ഫീ ഒരുപാട് മാർഗങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. അലാ അദുല്ലുക്കും അലാ മാ യംഹുല്ലാഹു ബിൽ ഖത്വായ വയർഫഉ ബിഹി ദറജാത്ത്. റസൂലുള്ളാഹി സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, ദോഷങ്ങളെല്ലാം മായ്ച്ചു കളയുന്ന, സ്ഥാനമാനങ്ങൾ ഉയർത്തിത്തരുന്ന ഒരു മാർഗം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? സ്വർഗത്തിൽ വലിയ സ്ഥാനങ്ങൾ ഉണ്ടാക്കി തരും, നിങ്ങളുടെ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടുകയും ചെയ്യും, പഠിപ്പിച്ചു തരട്ടെയോ? റസൂലുള്ളാഹി അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഇസ്ബാഗുൽ വുദൂഇ അലൽ മക്കാരിഹ്.
ഇസ്ബാഗുൽ വുളൂഇ അലൽ മക്കാരിഹ്. മനസ്സ് പ്രയാസപ്പെടുമ്പോഴും വെറുപ്പുണ്ടാകുമ്പോഴും വുളു പൂർണ്ണമായി ചെയ്യുക. തണുപ്പാകുമ്പോൾ എല്ലാം ഓരോ പ്രാവശ്യം എല്ലാം ചെയ്യുക, അങ്ങനൊന്നുമല്ല. ഉള്ളത് നല്ല സ്ട്രോങ്ങിൽ തന്നെ എന്ത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്ത് വുളു പൂർണ്ണമായ അർത്ഥത്തിൽ നിർവഹിക്കുക. വകസ്റത്തുൽ ഖുതാ ഇലൽ മസാജിദ്, പള്ളികളിലേക്കുള്ള ചവിട്ടടികൾ വർദ്ധിപ്പിക്കുക. ധാരാളമായി ചവിട്ടടി ലഭിക്കുന്ന വഴിയിലൂടെ പള്ളിയിലേക്ക് പോവുക. ഷോർട്ട് റൂട്ട് പിടിക്കാതെ കൂടുതൽ നന്മ എഴുതാൻ, നമ്മുടെ ഓരോ ചവിട്ടടികൾക്കും നന്മ ലഭിക്കുമല്ലോ, നന്മയായി രേഖപ്പെടുത്തുമല്ലോ. അപ്പൊ അതിന് പറ്റിയതായ വഴികൾ തെരഞ്ഞെടുത്ത് എത്ര ചവിട്ടടി കൂട്ടുന്നുണ്ടോ പള്ളിയിലേക്ക്, അത്രയും ദോഷങ്ങൾ പൊറുക്കപ്പെടും. വന്തിവാറുസ് സ്വലാത്തി ബഅദസ് സ്വലാ, ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുക, വെയിറ്റ് ചെയ്യുക. ഇതെല്ലാം ദോഷങ്ങൾ പൊറുപ്പിക്കാൻ, സ്വർഗത്തിൽ സ്ഥാനമാനങ്ങൾ ഉയരാനും അത് കാരണമാകുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പൊരുത്തപ്പെട്ട നല്ല കർമ്മങ്ങൾ വർദ്ധിപ്പിച്ച് പുണ്യം നേടാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് പലരും മരിച്ചുപോയവരുണ്ട്. എൻ്റെ പിതാവിൻ്റെ സഹോദരി ഇന്നലെ രാത്രി മരിച്ചുപോയി. ഇന്ന് രാവിലെ മറവ് ചെയ്തു. അതുപോലെ നമ്മുടെ ഈ ക്ലാസ് റൂമിൻ്റെ ഒരു അഡ്മിൻ, അവരുടെ ബന്ധു ഇന്നലെ രാത്രി മരണപ്പെട്ട വിവരം അറിയിച്ചിട്ടുണ്ട്. അവരുടെ ഒക്കെ ഖബർ ജീവിതം അല്ലാഹു സന്തോഷിപ്പിക്കുമാറാവട്ടെ. അഡ്മിന്റെ ഉമ്മയുടെ സഹോദരൻ കണിയാപുരം വെട്ടുറോഡിൽ മുഹമ്മദ് ഹനീഫ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബർ ജീവിതം സന്തോഷിപ്പിക്കുമാറാവട്ടെ. നമ്മെയും അവരെയും സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോകാനുള്ള സ്വാലിഹായ സന്താനങ്ങളെ അല്ലാഹു നമുക്ക് നമ്മോട് ബന്ധപ്പെട്ടവർക്കും നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, ബിസിനസ്സിൽ തകർച്ച നേരിടുന്നവർ പലരുമുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല ഹൈറായ വഴികൾ എളുപ്പമാക്കുമാറാവട്ടെ. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർ, നമ്മളാക്കിയ നമ്മുടെ മാതാപിതാക്കൾ, അവരോടൊക്കെ പരലോക ജീവിതം സന്തോഷിപ്പിക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തോടുള്ള ദീർഘായുസ്സും ഹിമ്മത്തും ഇസ്സത്തും ഇഫത്തും റഹ്മത്തും അല്ലാഹു നൽകുമാറാവട്ടെ. ഈ ക്ലാസ് റൂമുമായി ബന്ധപ്പെട്ട് ആരൊക്കെ എന്തൊക്കെ ഖിദ്മത്ത് ചെയ്യുന്നുണ്ടോ, ആരൊക്കെ റേഡിയോ വഴി ഇതൊക്കെ ശ്രവിക്കുന്നുണ്ടോ, അവരുടെ ഒക്കെ ജീവിതത്തിൽ അല്ലാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.